കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അഭിമാനകരമായ നിമിഷമെന്ന് മുഖ്യമന്ത്രിയും ക്യാൻസർ ചികിത്സാ രംഗത്ത് പുതുയുഗത്തിന് തുടക്കമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. വിദേശത്തടക്കമുള്ള റോബോട്ടിക് സർജറി കേന്ദ്രങ്ങളെ ആശ്രയിച്ചിരുന്ന രോഗികൾക്ക് ഇനി തിരുവനന്തപുരം RCCയിൽ ചികിത്സ നൽകാൻ കഴിയും. ഇതുവഴി രോഗികൾക്ക് ചികിത്സാ ചെലവും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും ഗണ്യമായി കുറയും. മലബാർ ക്യാൻസർ സെന്ററിലും വൈകാതെ സൗകര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി. 30 കോടി രൂപ ചെലവ് ചെയ്താണ് ഈ റോബോട്ടിക് സർജറി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അതിനൂതന സംവിധാനം യാഥാർത്ഥ്യമാക്കിയതോടെ ക്യാൻസർ ചികിത്സാ രംഗത്ത് സുപ്രധാനമായ ചുവടുവെപ്പാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നടത്താൻ പോകുന്നത്. മലബാർ ക്യാൻസർ സെൻ്ററിലെ റോബോട്ടിക് സർജറി സംവിധാനവും അധികം താമസിയാതെ തന്നെ പ്രവർത്തന സജ്ജമാകും എന്നുകൂടി അറിയിക്കട്ടെ. ക്യാൻസർ ചികിത്സാ രംഗത്ത് പുതുയുഗത്തിന്റെ തുടക്കമെന്ന് മന്ത്രി വീണ ജോർജ്. സൗജന്യമായി സ്കീമുകളിൽ പെടാത്ത ആളുകൾക്ക് വിതൗട്ട് പ്രോഫിറ്റ്, സീറോ പ്രോഫിറ്റിലൂടെ ക്യാൻസർ ഡ്രഗ്സ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിച്ചു. RCC അതിന് തുടക്കമിടാൻ പോവുകയാണ്. KMCLും അത് തുടക്കമിടാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ക്യാൻസർ മരുന്നുകളുടെ രംഗത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഹൈടെക് ചികിത്സാ സംവിധാനം, പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക്, ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. MLA കടകംപള്ളി സുരേന്ദ്രൻ, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.